കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഇടത് സർക്കാരിന് ആശംസകൾ നേർന്ന് എഴുത്തുകാരി കെ.ആർ. മീര. ആരും പട്ടിണി കിടക്കാത്ത കാലം, എല്ലാവർക്കും ജോലിയും തൊഴിലുമുള്ള കാലം, എല്ലാവരും ഒരേ അന്തസ്സോടെ ജീവിക്കുന്ന കാലം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം കടക്കുകയാണെന്ന് കെ.ആർ. മീര പറഞ്ഞു. ആരും പട്ടിണി കിടക്കാത്ത ഒരു കാലം, എല്ലാവർക്കും കിടപ്പാടമുള്ള ഒരു കാലം, എല്ലാവർക്കും തൊഴിലുള്ള ഒരു കാലം, എല്ലാ മനുഷ്യരും ഒരേ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു കാലം. ആ ഒരു കാലം സ്വപ്നം കണ്ട് പ്രവർത്തിച്ചവരായിരുന്നു ആദ്യത്തെ ഇടതുപക്ഷക്കാർ കേരളത്തിൽ എന്ന് ഞാൻ ഓർത്തുപോകുന്നു. ഇന്ന് അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ആ പഴയ കാലം അന്ന് ജീവിച്ചിരുന്നവർ കണ്ട സ്വപ്നത്തോട് നാം അടുക്കുന്നു എന്നൊരു തോന്നലുണ്ട്. കോർപ്പറേറ്റുകളും സ്വേച്ഛാധിപതികളും അരങ്ങു വാഴുന്ന ഈ ലോകത്ത് ദരിദ്രരില്ലാത്ത ഒരു കാലം കൊണ്ടുവരിക വളരെ ദുസ്സാധ്യമാണ് എന്ന് പറയാതെ വയ്യ. പക്ഷെ എങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന ലക്ഷ്യമായി മുന്നിൽ കണ്ട് അതിനുവേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുക എന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്, അഭിമാനകരമാണ്. ആ നേട്ടം കൈവരിച്ചതിന് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയും ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആരും പട്ടിണി കിടക്കാത്ത കാലം, എല്ലാവർക്കും തൊഴിലുള്ള കാലം, എല്ലാവർക്കും കിടപ്പാടമുള്ള കാലം, എല്ലാവരും മനുഷ്യാന്തസ്സോടെ ജീവിക്കുന്ന ഒരു കാലം, ഈ കേരളപ്പിറവി അതിൻ്റെ തുടക്കമാകട്ടെ.